ഹായ് കൂട്ടുകാരെ, ഞാനേ ചക്കക്കുരു കിട്ടിയുണ്ടോ, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി ഇതുണ്ടോ. അപ്പോൾ പിന്നെ ഓൾറെഡി ചക്കക്കുരു ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുറച്ച് ചക്കക്കുരു, അത്രയും ചക്ക, ഒരു ചെറിയ ചക്കയായിരുന്നു, അപ്പോൾ അതിൻ്റെ ചക്കക്കുരു കിട്ടി. അപ്പോൾ അതിലേക്ക് ചക്കക്കുരു വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ചട്ടി ഇതാക്കി ഉപ്പിട്ടു. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു സ്പൂൺ മുളക് പൊടിയും, ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇത് ചേർത്ത് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാൻ പോവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് കാന്താരി മുളക്, തേങ്ങ, ഒരു ഇച്ചിരി ജീരകം, ഒരു വെളുത്തുള്ളി, ഒരു 3-4 ചുവന്നുള്ളി. അത് പിന്നെ എൻ്റെ മാത്തയിലുണ്ടായ ആദ്യത്തെ മാങ്ങ കേട്ടോ, ഒരു 3 മൂവാണ്ടൻ മാങ്ങ ഉണ്ടായി. ഞാൻ കുറേ ദിവസമായി ഇത് വലുതാവുമോ നോക്കിയിട്ട്, വലുതാവണില്ല. ഇതിപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഏതായാലും ചക്കക്കുരു മാങ്ങയുടെ കൂട്ടത്തിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പറിച്ചുകൊണ്ട് വന്നതാണ്. നല്ല അപ്പടി പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂത്ത് തന്നെ ഉള്ളൂ. നേരത്തെ എന്തോ പൂത്ത് കിടന്നത് 3 എണ്ണം ഉണ്ടായതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കട്ടെ കേട്ടോ. ഈ ചക്കക്കുരു നന്നായിട്ട് വെന്ത ഉടഞ്ഞു. കണ്ട കാണാൻ പറ്റേ, ആവി കാരണം കാണാൻ പറ്റില്ല. നന്നായിട്ട് ഉടഞ്ഞു. അപ്പോൾ ആ 3 മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊരു മാങ്ങ മൂത്തതായിരുന്നു കേട്ടോ, 2 എണ്ണം അത്ര മൂത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മൂവാണ്ടൻ മാങ്ങയുടെ അത്രയും ടേസ്റ്റുള്ളൊരു മാങ്ങ വേറെ ഒന്നുമില്ല. ഇത് നല്ല ടേസ്റ്റ് അല്ലേ. നാടൻ ചക്കക്കുരുവിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ ചക്കപ്പുഴുക്ക് ഞാൻ ഉണ്ടാക്കി തിന്നു നോക്കിയിട്ടും നമ്മുടെ ആ നാടൻ ചക്കയുടെ കുരുവിൻ്റെ ഒന്നും അത്ര ടേസ്റ്റൊന്നും ബഡിന് വരുന്നില്ല. പിന്നെ ആദ്യം കഴിക്കുമ്പോൾ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെയൊക്കെ വല്യാമ്മ ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കണ കണ്ടാണ് ഞാൻ പഠിച്ചത്. വല്യാമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ചക്കക്കുരു നന്നായിട്ട് ഉരുക്കി അത് അടുപ്പത്ത് വെച്ച് വേവിച്ച് മുളകും ഒരു കഷ്ണം മഞ്ഞളും കുറച്ച് മല്ലിയൊക്കെ ആൻറ്റിയുടെ കയ്യിലേക്ക് കൊടുത്ത് അത് കല്ലേൽ വെച്ച് അരച്ച് അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ എല്ലാം വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്ക് അമ്മ ഒരു മുറി തേങ്ങ കൊടുക്കും. അത് കല്ലേൽ വെച്ചങ്ങ് അരച്ച് നല്ല വെണ്ണ പോലെ അരയ്ക്കണം. അതൊന്നും ഇപ്പോൾ നടക്കില്ലല്ലോ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നമ്മുടെ ഇതിനകത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പറ്റണ പോലെ അരച്ചു എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവട്ടെ കേട്ടോ. വേവുമ്പോഴത്തേക്കും അരച്ചു എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ, കടുക് ഉലുവയും പൊട്ടിച്ചിട്ട് കാണാൻ ഭംഗിക്ക് കുറച്ച് ചുമന്ന ഈ ചുമന്ന മുളകും കുറച്ച് ഉള്ളി, കറിവേപ്പില അതൊക്കെ കൂടെ മൂപ്പിക്കുകയും കൂടെ ചെയ്യട്ടെ കേട്ടോ. ഈ മാങ്ങ അങ്ങ് പെട്ടെന്ന് വെന്തു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നാളെയാണ് കഴിക്കാൻ നല്ലത്. ഉള്ളിയൊക്കെ മൂപ്പിച്ചുകൂടെ വെച്ചു, മൂത്ത മണം വരുന്നത്. ഇത് 2 ദിവസം ഇരിക്കും തോറും പഴുക്കും തോറും ചക്കക്കുരു വാങ്ങിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പൊക്കെ എല്ലാവരും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ അടയ്ക്കുമ്പോൾ എൻ്റെയൊക്കെ മമ്മിയുടെ തറവാട്ടിലേക്ക് വിടും. അപ്പോൾ അവിടുത്തെ മെയിൻ കറി ഇതാണ്. ഒരു കറിയേ ഉള്ളൂ, ചക്കക്കുരു മാങ്ങ വെച്ചതും അല്ലി ചെമ്മീനും മാങ്ങ വെച്ചതും. അന്നൊക്കെ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ഒരു കറി ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എത്ര കറികളാണ് നമ്മളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതേ അരപ്പ് ചേർത്തു കേട്ടോ. അരപ്പ് ചേർത്ത് നന്നായിട്ടങ്ങ് തിളവറ്റട്ടോ. എന്നിട്ട് വേണം കുരുമുളക് ചേർത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അരപ്പ് പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കറി കാണാൻ ഒരു ഭംഗിയില്ലാന്നുള്ളൂ. ടേസ്റ്റും ചെറിയ വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ചക്കക്കുരു മാങ്ങയും ഈ വർഷത്തെ ആദ്യത്തെ ചക്കക്കുരു മാങ്ങ കുറച്ചുള്ളൂ കേട്ടോ. കാരണം സാധാരണ ഞാൻ ഉണ്ടാക്കണ വലിയ ചട്ടിയില്ല, ചക്കക്കുരു കുറവായിരുന്നു. ആ കുഞ്ഞു ചക്കയായിരുന്നു. അത് കാരണം ചക്കക്കുരു കുറവായതുകൊണ്ട് പയ്യെ തിള വരുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. ഇതുണ്ട് പയ്യെ വന്നു തുടങ്ങി. അതിന് പറയണം നൊരയും പതയും വരിക എന്നാണ് പറയണേ. അത് കഴിഞ്ഞ് ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ അതങ്ങ് തിളച്ചോളും. അപ്പോൾ നമുക്ക് വറവ് തുറക്കാം. ആവും
നല്ല മണക്കം തുടങ്ങി. കാരണം നല്ല ഭംഗിയില്ലേ. ഇനി അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അത് ചട്ടിയിൽ ഇരുന്ന് തന്നെ അങ്ങ് തിളച്ചോളും. അത് കഴിഞ്ഞ് മൂടി വെക്കരുത് കേട്ടോ, തുറന്ന് തന്നെ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വെന്തോ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഓക്കെ, ടാറ്റാ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ